applet which is used to teach limits of a function at a point. ഇപ്പോൾ ഈ ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് സ്റ്റെപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. ആപ്ലെറ്റ് വളരെ പ്രയോജനകരമാണ്. ഈ ആപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലിമിറ്റ്സ് പഠിപ്പിക്കാനും കുട്ടികൾക്ക് ലിമിറ്റ്സ് നന്നായിട്ട് പഠിക്കാനും വളരെ പ്രയോജനപ്രദമാണ്. ഇപ്പോൾ ഈ ആപ്ലെറ്റ് എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് നോക്കുക. This applet can be used to explore the concept of limit of a function at a point. It helps to understand left limit, right limit, existence of limit, limit of rational functions, limit of piecewise functions. ഇപ്പോൾ ഈ ആപ്ലെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൊസീജിയറാണ് ഇൻപുട്ട് എക്സ് ക്യാപ് 2 എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടും. Then create slider h, minimum 0, maximum 1, increment 0.01. ഓക്കെ, ഇൻക്രിമെൻ്റ് നമുക്ക് 0.001 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അക്യുറേറ്റ് ആയ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 0.01 ആണ് കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് സ്ലൈഡർ എ, മിനിമം -5, മാക്സിമം 5, ഇൻക്രിമെൻറ്റ് 0.1. ഇൻപുട്ട് പി A0. ഓക്കെ, പി ഇസ് ദ പോയിന്റ് A0. ദെൻ ഇൻപുട്ട് ബാറിൽ AF of A. ഓക്കെ, ഇതിനെ P1 എന്നാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. റീനെയിം ദിസ് പോയിന്റ് ആസ് P1. ദെൻ ഇൻപുട്ട് 0F of A, റീനെയിം ദിസ് പോയിന്റ് ആസ് P2. P1 P2 ഒക്കെ കൊടുക്കേണ്ടത് റീനെയിം ചെയ്യുമ്പോൾ ഇതുപോലെ കൊടുക്കണം. ഇൻപുട്ട് A minus H0, then input A minus H F of A minus H, then 0 F of A minus H. അപ്പോൾ ഇത് A1 A2. അതുപോലെ B ഈക്വൽ ടു A പ്ലസ് H0, A പ്ലസ് H F ഓഫ് A പ്ലസ് H, 0 F ഓഫ് A പ്ലസ് H, B B1 B2. ഇപ്പോൾ ഇവിടെ 3 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 3 പോയിൻറ്റ്സ് A1 A2. നേരത്തെ 4th സ്റ്റെപ്പിൽ നമ്മൾ P1 P2. ടോട്ടൽ 9 പോയിൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. Using segment tool, join A1, A1 A2, P1, P1 P2, B1, B1 B2. ഇപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റ്സ് ജോയിൻ ചെയ്യുക. ലൈൻ സെഗ്മെൻറ്റ്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെഗ്മെൻറ്റ്സിൻ്റെ കളർ സ്റ്റൈലൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ എ ആൻഡ് എഫ്. സ്ലൈഡറിനും സ്ലൈഡർ എക്കും ഫംഗ്ഷൻ എഫിനും ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. സ്പ്രെഡ്ഷീറ്റ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ വീവിൽ സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യണം. ദെൻ ക്ലിക്ക് ഓൺ A1, പോയിന്റ് A1ൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റെക്കോർഡ് ടു സ്പ്രെഡ്ഷീറ്റ്, ടിക്ക് റോ ലിമിറ്റ് 10, ദെൻ ക്ലോസ്. A1ൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സ്പ്രെഡ്ഷീറ്റിൽ 10 ഒബ്സർവേഷൻസ് അവിടെ റെക്കോർഡ് ചെയ്ത് കാണും. സിമിലർലി റെക്കോർഡ് ദ പോയിന്റ് B1. B1ൻ്റെയും 10 വാല്യൂസ് 10 അവിടെ എടുക്കുന്നത് കൊണ്ട് 10 വാല്യൂസ് അവിടെ റെക്കോർഡ് ചെയ്ത് കാണും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ജിയോജിബ്രയിൽ ഈ ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ജിയോജിബ്ര ഫയൽ തുറന്നിട്ടുണ്ട്. ഗ്രിഡ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻപുട്ട് ബാറിൽ എക്സ് ക്യാപ് 2 എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് കിട്ടി. ക്രിയേറ്റ് സ്ലൈഡർ എച്ച് എൻ്റർ ചെയ്യണം. അവിടെ മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 1, ഇൻക്രിമെൻറ്റ് 0.01. ഓക്കെ, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. Now another slider A with minimum value -5, maximum 5, increment 0.1. മിനിമം മാക്സിമം ഒക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഇവിടെ ഞാൻ മാറ്റിയിട്ടില്ല. ഇൻപുട്ട് P ഈക്വൽ ടു A0, P ഈക്വൽ ടു A0, A, F of A, 0, F of A. Now rename this point as P1. ഇതുപോലെ എൻ്റർ ചെയ്താൽ മതി. P1 എന്ന് വരും. P1, then this point as P2. A equal to A minus H0, A minus H F of A minus H,
0, f of a minus h. Rename this point as a1. This point as a2. B equal to a plus h0, a plus h f of a plus h, zero comma f of a plus h. നമ്മൾ ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. a1 a2 p1 p2 b1 b2. ഇനി നമ്മൾ ഇവിടെ ലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ സെഗ്മെന്റ് ടൂൾ ഉപയോഗിക്കണം. ക്ലിക്ക് ഓൺ a1, then a1 a2. Click on p1 p1 p2. Then click on b1 b1 b2. സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻപുട്ട് ബോക്സ് ഫോർ എ ആൻഡ് എഫ്. Caption A, link with A, okay. Then input box for F, caption F, link with F, okay. A, F ന് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനേക്കാൾ മുന്നേ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ലൈൻ സെഗ്മെൻറ്റ്സിൻ്റെയും പോയിൻറ്റ്സിൻ്റെയും കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് LJK ഇതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. A1ൻ്റെ y കോർഡിനേറ്റ് ആണ് G, എയുടെ x കോർഡിനേറ്റ് I, Pയുടെ y കോർഡിനേറ്റ് J, Pയുടെ x കോർഡിനേറ്റ് K. ബിയുടെ എക്സ് കോർഡിനേറ്റ് എം, B1ൻ്റെ വൈ കോർഡിനേറ്റ് എൽ. A2 P2 B2 ഈ പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എ പി ബിയുടെ എക്സ് കോർഡിനേറ്റ്സ് ആണ് ഈ വാല്യൂസ്. LMN ഷോ ലേബിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഹൈഡ് ചെയ്യാം. ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ലിമിറ്റ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് ബോക്സ് ലെഫ്റ്റ് ലിമിറ്റിന് വേണ്ട ചെക്ക് ബോക്സ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ലെഫ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. A1 A2 ഇതിൽ കൊടുക്കണം. അതുപോലെ തന്നെ I and G, I G, text 1 text 2. അപ്ലൈ. ഇത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ A1 A2 അതിൻ്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഒക്കെ ഹൈഡ് ചെയ്ത് പോകും. ഇനി നമ്മൾ റൈറ്റ് ലിമിറ്റിനും ഒരു ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. റൈറ്റ് B1 B2 M and L, text 5 text 6. റൈറ്റ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഹൈഡ് ചെയ്ത് വെച്ചു. സ്പ്രെഡ്ഷീറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീവ് ക്ലിക്ക് ചെയ്യണം. സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. സ്പ്രെഡ്ഷീറ്റ് വന്നു. നമുക്ക് A1 A2 A1ൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. റെക്കോർഡ് ടു സ്പ്രെഡ്ഷീറ്റ്, ടിക്ക് ഓൺ റോ ലിമിറ്റ് 10, ക്ലോസ്. അതുപോലെ തന്നെ B1ൽ ക്ലിക്ക് ചെയ്യുക. റെക്കോർഡ് ടു സ്പ്രെഡ്ഷീറ്റ്, ടിക്ക് ഓൺ റോ ലിമിറ്റ് 10, ക്ലോസ്.
എച്ചിന് ആനിമേഷൻ കൊടുക്കുക. അപ്പോൾ ഈ വാല്യൂസ് ഇതിൽ റെക്കോർഡ് ചെയ്ത് വരും. A1ൻ്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്, B1ൻ്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്. സ്ലൈഡറിൻ്റെ ഓസിലേഷൻ നമുക്ക് മാറ്റാം. ഡിക്രീസിങ് ആക്കി വെക്കാം. ലെഫ്റ്റ് ലിമിറ്റ് പഠിപ്പിക്കുന്ന സമയത്ത് റൈറ്റ് ലിമിറ്റ് ഹൈഡ് ചെയ്ത് വെക്കാം. എച്ചിന് അനിമേഷൻ കൊടുക്കുക. ഇവിടെ A1ൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇവിടെ റെക്കോർഡ് ചെയ്ത് വരും. When x tends to 2, f of x tends to 4. X coordinate of A1 tends to 2, y coordinate of A1 tends to 4. Limit x tends to 2 minus f of x equal to 4. അതുപോലെ റൈറ്റ് ലിമിറ്റ് എടുക്കുക. എച്ചിൻ്റെ വാല്യൂ 1ൽ കൊണ്ടുവന്ന് വെക്കുക. എച്ചിന് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ B1 P1ലേക്ക് മൂവ് ചെയ്യും. B1 tends to P1 or x tends to 2, f of x tends to 4. സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എക്സ് കോർഡിനേറ്റ് ഓഫ് B1 ടെൻഡിങ് ടു 2, ഡിക്രീസ് ചെയ്തുകൊണ്ട് 2ലേക്ക് പോവാന്ന്. അതുപോലെ y കോർഡിനേറ്റ് ടെൻസ് ടു 4. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് x tends to 2 plus f of x equal to 4. Here left hand limit is equal to right hand limit. So limit x tends to 2 f of x exists and is equal to 4. Okay, thank you.